അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നോർവേയിലാണ്. നോർവേയിൽ ഓസ്ലോയിലാണ്. ഓസ്ലോ നോർവേയുടെ ക്യാപിറ്റലാണ്. നമ്മൾ തലേദിവസം ഡെൻമാർക്കിൽ നിന്ന് ബസ് കയറി രാവിലെ ഒരു 6 മണിയായപ്പം ഓസ്ലോ ബസ് സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ വലത് സൈഡ് കാണുന്ന ഓസ്ലോയുടെ ബസ് സ്റ്റേഷനാണ്. നല്ല കിടിലം തണുപ്പാണ്. നമുക്ക് നമ്മുടെ ബാഗ്, നമ്മുടെ ഒരു ഹെവി ലഗേജാണ്. ലഗേജ് കൊണ്ട് ഏതെങ്കിലും ലോക്കറിൽ വെച്ചിട്ട് വേണം അടുത്ത് കറങ്ങാനായിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ അടുത്ത് എവിടെ ലോക്കർ ഉണ്ടെന്ന് തപ്പി ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഗൈസ്. മൈ ഡിയർ ഷുട്ടുമണികളെ, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഓസ്ലോയിലാണ്. കണ്ടോ, ഓസ്ലോ ബസ് ടെർമിനൽ. അത് കണ്ടില്ലേ, അതാണ് ബസ് ടെർമിനൽ. ഇതാണ് ഓസ്ലോ സെൻട്രൽ സ്റ്റേഷൻ. നിൽക്കുന്നു അണ്ണൻ. നമ്മൾ ഓസ്ലോ സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ലഗേജൊക്കെ നമ്മളൊരു സേഫായിട്ട് സെൻട്രൽ സ്റ്റേഷനിലെ ഒരു ലോക്കറിൽ കൊണ്ടുവച്ചു. ഇത്ര മണിക്കൂറത്തേക്ക് ഇത്ര പൈസ, അതായത് 1 മണിക്കൂറത്തേക്ക് 10 യൂറോ, ആ രീതിയിലാണ് ലഗേജിൻ്റെ ഫീ വരുന്നത്. അപ്പം ലഗേജ് എല്ലാം എടുത്ത് വെച്ച ശേഷം നമുക്ക് ഇനി ഉച്ച കഴിഞ്ഞ് ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് വന്ന് ലഗേജ് കളക്ട് ചെയ്താൽ മതി. അപ്പം ഞങ്ങൾ എടുത്ത് വെച്ച് പയ്യെ ഞങ്ങൾ ഈ ഓസ്ലോയുടെ അടുത്ത് ഉള്ള ഒരു ഒപ്പേറ ഹൗസ് എന്ന് പറഞ്ഞ ഒരു സംഭവം കാണാനാണ് ഫസ്റ്റ് ഇറങ്ങിയത്. എന്നടാ ഇവിടെ -2 -2 സ്വിം ചെയ്യുന്ന കുറച്ച് ടീംസിനെ കാണിച്ചിരുന്നു ഗൈസ്. പിന്നെ പക്ഷെ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒപ്പേറ ഹൗസ് എന്ന് പറഞ്ഞാൽ ഓസ്ലോയിലുള്ളൊരു സെറ്റപ്പാണ്. ഇതിൻ്റെ റൂഫ് ടോപ്പ് കയറിയാൽ സൺലൈറ്റ് കാണാമെന്നൊക്കെയാണ് പറഞ്ഞത് അന്വേഷിച്ചപ്പം. പക്ഷേ ഇന്ന് നിർഭാഗ്യവശാൽ ഞങ്ങൾ വന്നതുകൊണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇന്ന് സൂര്യനില്ല ഇവിടെ. ഇന്നതുകൊണ്ട് നമുക്ക് സൺറൈസ് കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഓമ്പിക്കുത്തിയിരിക്കുന്നു. ഞാൻ വേറെ റേറ്റ് കാണിച്ചിരുന്നു ഗൈസ്. ഇതെന്താന്ന് നോക്കി. നാട്ടിലെ മഞ്ച് കമ്പനിയുടെ ഉത്ഭവം ഇവിടുന്ന് നാട്ടിലെ മഞ്ച് ഫാക്ടറിയാണ്. പിന്നെ വേറെ റേറ്റ് ഉണ്ട്. കഴപ്പ് കയറി ഒരുത്തിനോടെ പോകുന്നുണ്ട് ഗൈസ്. ഇതിന് തണുക്കില്ലേ? ഷഡ്ഡി ഉണ്ടോ? നമുക്ക് കാണത്തില്ലാത്ത നോക്കും. ഇതൊക്കെ വരില്ലല്ലേ? ഉറപ്പല്ലേ? പറവകൾ പറക്കണ എന്തിനാണെന്നറിയോ? ബോറടിച്ചിട്ടായിരിക്കും. പറവയല്ല, കിളിയാ. ഏട്ടാ, ഇതെങ്ങനെ പറക്കുന്നതിന്റെ റീസൺ എന്താ അറിയാം? വഞ്ചി പെയ്യും, അതുകൊണ്ടാണ്. ഇത് കാക്കയിലുണ്ട്. അല്ല, ഇപ്പൊ വഞ്ചി പെയ്തില്ലെങ്കിൽ ചേട്ടായിയുടെ പേര് ഞാൻ മാറ്റും. മഞ്ഞ് പെയ്യോ അപ്പൊ അത്രേ? തണുപ്പത്ത് കയാക്കി ഒരു ഇൻഫർമേഷൻ ഇടട്ടെ. അണ്ണന് പെട്ടെന്ന് വൈറലാണോ? എന്ത് ചേട്ടായി? ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തരട്ടെ. ഷർട്ടും പാൻ്റൊക്കെ ഊരിട്ട് വെള്ളത്തിലേക്ക് ചാടിയാലോ? ഡെയറാന്ന് പറഞ്ഞു. 1000 യൂറോ ഡെയറാന്ന് പറഞ്ഞു. 1000 യൂറോ അല്ല, 1000 ഉമ്മ ഞാൻ കൊടുക്കണം. എടാ
അതായത് കയ്യിലെ ടെമ്പറേച്ചറിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ ഈ മുകളിലുള്ള ആ ടെമ്പറേച്ചർ കൂടുകയോ കുറയോ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്നുള്ള വ്യത്യാസങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്കുമാണ് ഇങ്ങനത്തെ ലിവിങ് ബീങ്സ് അപ്സെറ്റ് ആവും, ഡിസ്റ്റർബ്ഡ് ആവും. കാരണം ഇവർ ടെമ്പറേച്ചർ വെച്ചാണ് ഇവർ ഏത് ലെവലിൽ പറക്കണം, ഏത് സ്പീഡിൽ പറക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഇവരിങ്ങനെ അപ്സെറ്റ് ആവുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറി പറക്കും. സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫല്ലേ. യെസ്. പിന്നെ തണുപ്പല്ലേ, അത് നിനക്കറിയത്തില്ലേ, ഇവിടെ മറ്റേ തണുപ്പ് കൂടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടുന്ന് പക്ഷികൾ ട്രാവൽ ചെയ്ത് ആഫ്രിക്കയിൽ പോകും നമ്മുടെ വിൻ്ററിൽ. എന്നിട്ട് സമ്മറിൽ അല്ലല്ല, ഇവർക്ക് തണുപ്പ് താങ്ങാൻ പറ്റുന്നതുകൊണ്ടാണ് ഇവർ നിൽക്കുന്നത്. ചെയ്യും. കടലിൽ മീൻ പിടിക്കാൻ വേണ്ടി 2 ബോട്ടുകൾ ലോറി രണ്ടോടെ കൂട്ടിയിടിച്ചു, ഇറക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഒരെണ്ണം കയറ്റുക. അതിന് സംഭവം എന്നറിയോ, ഒരു കപ്പലിറക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരുത്തിനൊരു കപ്പലിറക്കി, മറ്റും വേറൊരു കപ്പലിറക്കി. നോർവേയിലെ ചായവാല ഇന്ത്യൻ കഫേ. നമ്മൾ വേറെ രാജ്യത്ത് നിന്നിട്ട് നമ്മുടെ നാട്ടിൽ, അതായത് ഇന്ത്യയിലെ ഒരു കടയോ റെസ്റ്റോറൻറ്റോ കാണുന്നു, നമുക്ക് വേറൊരു അനുഭൂതി ഉണ്ട് നാട്ടിലെ. ആ സാധനമാണ് എനിക്ക് ഇവിടെ വന്നപ്പം ഫസ്റ്റ് കണ്ടത് ചായവാലയാണ് ഞാൻ ഈ നോർവേയിൽ വന്നപ്പം. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ കേസ്, ഇതൊരു വെങ്കല സ്കൾച്ചറാണ്. ഒരു മ്യൂസീഷ്യനും കോമഡിയനും ജോക്കർ പോലത്തെ, അതാണ് ഇതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ സെൻട്രലാണിപ്പം, ഓസ്ലോ സെൻട്രലാണുള്ളത്. അപ്പോൾ നമ്മളിത് പുറത്തേക്ക് ഫുഡ് കഴിക്കാനായിട്ട് നടക്കുന്ന വഴിയാണ്. ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ നോക്കി. ഇവിടെ മഞ്ഞ് വീഴുന്നുണ്ട് കേട്ടോ. അയ്യോ, കിട്ടുള്ള തണുപ്പെന്ന് പറഞ്ഞാൽ സീൻ തണുപ്പ്. ഗ്ലൗസ് ഒന്നും ഇട്ടിട്ട് തണുപ്പ് നിൽക്കുന്നില്ല, അതുപോലത്തെ തണുപ്പാട്ടോ. അപ്പം നമ്മൾ ഓസ്ലോയിൽ വന്നിറങ്ങിയിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ തലേദിവസമായാലും ചെറുതായിട്ട് കഴിച്ചിട്ട്, അപ്പോൾ നല്ല രീതിയിലുള്ള വിശപ്പുണ്ട് കേസ്. അപ്പോൾ നമ്മളിവിടുന്ന് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു എത്യോപ്യൻ കടയുണ്ട്, നമുക്കിവിടെ മാപ്പ് നോക്കി കണ്ടുപിടിച്ചാണ്, കുമ്മി കണ്ടുപിടിച്ചാണ്. അപ്പോൾ അവിടെ പോയി ഫുഡ് അടിക്കാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ ആ കട തപ്പി ഇറങ്ങിയതാണ് കേസ്. അപ്പോൾ അവസാനം നമ്മൾ കട കണ്ടുപിടിച്ചിരിക്കുകയാണ് കേസ്. ഫുഡ് ഓർഡർ ചെയ്തു, ഒത്തിരി താമസമൊന്നും പിടിച്ചില്ല, അപ്പോൾ തന്നെ ഫുഡ് വന്നു കേട്ടോ കേസ്. ഏറ്റവും വലിയ ദുഃഖം അല്ല, ലോകം കണ്ട ഏറ്റവും വലിയ ദുഷ്ടം ഞാനാവും, നീ വഴി തെറ്റിച്ചാൽ കേട്ടോ. അയ്യോ, നിന്റെ പ്രതിമയിലോട്ടിരിക്കുന്നത് വന്ന്. സ്റ്റാർ വാർസ് ഇതാരെന്ന് നിങ്ങൾക്കറിയത്തില്ലായിരിക്കും, പക്ഷെ എനിക്കറിയാം. സിനിമ ഞാൻ കണ്ടത് കേസ്. കുമ്മിയുടെ പാട്ടൊക്കെ പാടി, എൻ്റെ കൂടെ പാട്ടൊക്കെ പാടിയിട്ട് കൈയൊക്കെ വീശി പോകുന്നുണ്ട് കേസ്. നോക്കൂ, കണ്ടോ, രണ്ടുപേരും താളത്തിൽ കൈയൊക്കെ വീശി അശ്വമേധം കളിച്ചുകൊണ്ട് പോവുക. അശ്വമേധം 10 ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് മറ്റേ കണ്ടുപിടിക്കാനുള്ള പ്ലാനാണ്. ഞാൻ ആ പരിപാടിയിലില്ല, എനിക്ക് വലിയ ജനറൽ നോളജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ പരിപാടിക്ക് നിന്നില്ല. അവർ രണ്ടോടെ അശ്വമേധം കളിച്ച് കഴിയുന്ന ഞാൻ അവരോടൊപ്പം ജോയിൻ ചെയ്യുന്നതാണ്. അത്രയും നേരം ഞാൻ ക്യാമറമാനായി പുറകിൽ നടക്കും. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന കേസ്, നമ്മൾ വിഗിലാൻഡ് സ്കൾച്ചർ പാർക്കിലാണ്. ഒരു ഇന്ന സ്കൾച്ചേഴ്സ് ഉണ്ട് ഇവിടെ കാണാൻ. ഞാൻ പറഞ്ഞില്ലോ, ഞാൻ ഇപ്പോൾ അറിയില്ലോ. മാറാ വഴിന്ന് മാറിക്ക്. എൻ്റെ സുഹൃത്തുക്കളെ, അജിൽ പുള്ളിയിൽ സിവിനോട് ഇസഡ് വെച്ചൊരു രാജ്യം പറയാൻ പറഞ്ഞിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ. എത്ര പറഞ്ഞില്ല, ഈ കുണ്ടൻ്റെ കേ ആവും. എത്ര എടുക്കാൻ വേണ്ടി നിൽക്കണം, കൊടുക്കാൻ വേണ്ടി ചവിട്ടി എറിയുന്നുണ്ടോ കൊച്ചിനെയാണോ? അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഉള്ളത് വിഗിലാൻഡ് സ്കൾച്ചർ പാർക്കിലാണ്, ഓസ്ലോയിലെ. ഈ പാർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ 200 സ്കൾച്ചേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗുസ്റ്റാവ് വിഗിലാൻഡ് എന്ന് പറഞ്ഞ ആളാണ്. പിന്നെ ഇതെല്ലാം ഉള്ളത് ഒരു ബ്രിഡ്ജിലാണ്. അപ്പം ഈ ബ്രിഡ്ജിന് പറയുന്നത് വിഗിലാൻഡ് ബ്രിഡ്ജ് എന്നാണ്. ഇതിൻ്റെ അകത്ത് 58 വെങ്കല സ്കൾച്ചേഴ്സ് ഉണ്ട്, അതായത് ഹ്യൂമൻ ഫോമിലുള്ള മനുഷ്യൻ്റെ രൂപത്തിലുള്ള 58 സ്കൾച്ചേഴ്സ് ഉണ്ട്. പിന്നെ ബാക്കിയുള്ളത് അല്ലാത്ത എല്ലാവരുടെ കൂട്ടി 200 ഉണ്ട്. പിന്നെ ഇത് 24 മണിക്കൂറും ഈ പാർക്ക് ഓപ്പൺ ആണ്.
നമുക്ക് ഇപ്പോൾ വെള്ളം ഓസ്ലോ ചെന്നാൽ കാണാൻ പറ്റും. പിന്നെ ഈ സ്കൾച്ചേഴ്സെല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ മേഡ് ചെയ്തേക്കുന്നത്, ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്രാനൈറ്റിലും പിന്നെ ഇത് വെങ്കലത്തിലുമാണ്. എല്ലാം തന്നെ നല്ല രീതിയിൽ പഴക്കമുള്ളതാണ്. സ്റ്റോൺ ജോർജായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എന്നടാ അത് ഇതാ ഇപ്പത്തെ നമ്മുടെ മൂന്നാറിൻ്റെ അവസ്ഥയാണ്. നോണി ഒന്നൂടെ കാണിച്ചാ മതി മാറിക്കടാ. ഇതുണ്ട് ഗൈസ്, നടക്കില്ല. ഈ നിർത്തുന്ന കണ്ണാര് ധീരര ബാഹുൽ ടീംസ്. ഈ പാർക്കിൻ്റെ മെയിൻ സ്ഥലത്തേക്ക്, അതായത് സെൻട്രൽ പോർഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇതിന് നമ്മൾ കയറി വന്ന സ്കൾച്ചേഴ്സ് ഉണ്ടത് അതിൻ്റെ ഒരു സൈഡും പിന്നെ വേറൊരു അറ്റം കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇതിൻ്റെ സെൻറ്റർ കാണാനായിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേസ്. ഇപ്പോൾ ഈ പാർക്കിൻ്റെ വേറൊരു സൈഡ് എന്ന് പറഞ്ഞത് ഇതാണ്. ഇവിടെ ഇത് മാത്രം കാണാനുള്ളൂ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ പോയില്ല കേസ്. ആ കാണുന്ന പ്രതിമ നിങ്ങൾ കണ്ടോ? കണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നമ്മളിപ്പോൾ കറക്റ്റ് ഈ പാർക്കിൻ്റെ സെൻറ്ററിലാണ് നിൽക്കുന്നത്. ഇതുണ്ടോ കേസ്, ഇത് മനുഷ്യൻ്റെ രൂപങ്ങൾ വെച്ച് ഒരു വലിയൊരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഉണ്ട്, അർത്ഥം നമുക്ക് അറിയത്തില്ല. ഇത് കണ്ടുപിടിക്കാൻ പോയാലും വിഷയമാണ് കേസ് ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ. നമ്മളിപ്പോൾ പോകുന്നത് ഒരു മ്യൂസിയം കാണാനാണ്. മ്യൂസിയം അല്ലേ, പാലസ് കാണാൻ. അപ്പോൾ ഇത് ഇവിടുത്തെ നാഷണൽ തിയേറ്ററാണ് ഓസ്ലോയുടെ. ഇങ്ങോട്ടാണ് പാലസ് കാണാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓസ്ലോയിലെ നോർവേയിലെ വൈക്കിങ്സ് രാജാവിന്റെ കൊട്ടാരം. ഹിസ്റ്ററി നോക്കണോ? ഇതിന്റെ ഫുൾ കാടിന് നിൽക്കാണ് ഗൈസ് കൊട്ടാരം പണിഞ്ഞു വെച്ചേക്കുന്നത്. കാടൊന്നുമല്ല, മനുഷ്യത് പൂച്ചെടിയായിരുന്നു. ഇവിടുന്ന് നോക്കിയാൽ നല്ല കിടിലായിട്ടുള്ള ജെയിൻ വ്യൂകളും നല്ല സിറ്റി വ്യൂ ഉണ്ട്. ഇവിടെ ക്രിസ്മസ് മാർക്കറ്റ് ഇവിടെയാണ് ഗൈസ്. സിറ്റി വ്യൂ കണ്ടോ, ഫുൾ ആക്റ്റീവ് ആയിട്ടുള്ള സിറ്റി. നിങ്ങളവിടെ പോയി ഒരു ലബ്ധത്തിന് തള്ളുണ്ട്. ഞാൻ പോയിട്ടുണ്ട് ഗൈസ്, അവിടെ നിന്നാണ് നടന്നു വന്ന്. ഇവൻ ചുമ്മാ ഈ ജോൺസ് ചുമ്മാ ഇറക്കുന്നതാണ് ഗൈസ്. ഇവൻ എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം ഇതിനുള്ള വീഡിയോയിലെല്ലാം നിങ്ങൾ എൻ്റെ സ്വഭാവം കണ്ടിട്ടുള്ളതുകൊണ്ട് ഇവനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, ഇവിടെ നിന്ന് എൻ്റെ പുറകെ നിന്ന് കൊണയടിക്കാനല്ലാതെ ഇവനെന്തിനും കൊള്ളു ഗൈസ്. ഇത് ഓസ്ലോയിലെ റോയൽ പാലസ് എന്ന് പറഞ്ഞൊരു പാലസാണ്. ഇത് 1849 പണിതീർന്ന പാലസാണ്. പിന്നെ 1904 തൊട്ട് ഇവിടെ രാജാവ് താമസിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പാലസ് ഇരിക്കുന്ന ഒരു ഹില്ലിൻ്റെ മണ്ടയിലാണ്. ഈ ഹില്ലിൻ്റെ പേര് ബെലവീവ് എന്ന് പറഞ്ഞ ഹില്ലിൻ്റെ മണ്ടയിലാണ്. ഇത് ഇവിടെ തന്നെ പണിയണമെന്ന് രാജാവിന് വലിയ നിർബന്ധമായിരുന്നു. അങ്ങനെയാണ് ഈ പാലസ് ഈ ഹില്ലിൻ്റെ മണ്ടയിൽ പണിത്. ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇറക്കം നമുക്ക് കാണാൻ പറ്റും. ഇത് അത്ര സ്ലോപ്പായിട്ട് ഇതിനകത്ത് കാണാൻ പറ്റുന്നില്ല, പക്ഷേ നല്ല സ്ലോപ്പാണ്. താഴേക്കുണ്ട്. താഴെ കാണുന്നത് കാൽസ്ട്രാസയോ അങ്ങനെയാണ് ഈ സ്ട്രാസയുടെ പേരെന്ന് എനിക്ക് തോന്നുന്നു. കാൽസ്ട്രാസ്. ഇതായിരുന്നു കേട്ടോ ഇവിടുത്തെ രാജാവ്. ആ രാജാവൊന്നും അല്ലായിരുന്നത്, അതാ കുതിരയെ മേയ്ക്കണ ആളാണ്. പിന്നെ കുതിര മേയ്ക്കുന്ന ആളുടെ ഫോട്ടോ ഇതേ ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുക്കുന്നത്. ഇവിടെ കയ്യിൽ നിന്നിരിക്കണ തൊപ്പിയാണ്. തൊപ്പി, അപ്പി, കുപ്പി. അടുത്ത റൈമിംഗ് വേർഡ് നമ്മൾ റൈമിംഗ് വീഡിയോ അടിച്ചോണ്ടിരിക്കുന്നു. ചപ്പി. നമ്മുടെ കൊട്ടാരം അടുത്തുനിന്ന് കാണണം ഈ ഒരു സെറ്റ് ഫോട്ടോ ഗൈസ്. ഇവിടെ ഗാർഡ്സ് ഒക്കെ ഉണ്ട്.
രണ്ട് പേര് ഗാർഡ്സിനോട് മിണ്ടാൻ വേണ്ടി ഇതേ പോകുന്നുണ്ട് ഗൈസ്. പുള്ളിക്കാരത്തിയോട് അടുത്തുനിന്ന് ഫോട്ടോ എടുക്കാൻ ടാറ്റ കൊടുക്കാന്നൊക്കെ പറഞ്ഞ് പോകുന്നതാണ്. ഇന്ന് മിക്കവാറും തോക്കിന് വെടി കിട്ടാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ശരിക്കും വരും നമുക്കൊന്ന് കാണാമല്ലോ. ഇല്ല ഗൈസ്, മൈൻഡ് ചെയ്തിട്ടില്ല. ഇത് കുമ്മി പുറാൻ ശക്തിയോടെ കുമ്മി പോയി ഫോട്ടോ എടുത്തു ഗൈസ്. കുമ്മി പവർ ഇതാണ് ഗൈസ്. ഇതെന്താണ് ഗൈസ്? കുമ്മി ഏതാ ഗാർഡ് ഏതാന്ന് മനസ്സിലാകുന്നില്ല ഗൈസ്. ആ ടിക് ടാക്കടാ. ഇതടുത്തോ ഓസ്ലോ, നോർവേയിലെ ക്രിസ്മസ് മാർക്കറ്റ് വിന്റർലാൻഡ്. ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പോകും ഞാൻ. കണ്ടോ ഓസ്ലോ കമ്മ്യൂണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുമ്മി, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നോർവീജിയൻ പാർലമെന്റ്. ഇതിൻ്റെ അകത്താണ് പാർലമെന്റ് സമ്മേളനങ്ങളും ആധികാരിക ചർച്ചകളും എല്ലാം നടക്കുന്നത്. അപ്പോൾ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. നമ്മൾ നേരെ ഓസ്ലോയുടെ തെരുവുകളിൽ നടന്ന് റൂമിൽ കയറാനുള്ള പരിപാടിയാണ്. നമുക്ക് നാളെ രാവിലെ അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടതാണ് വെളുപ്പിന്. സോ ഇപ്പം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തേക്കുന്നത് ക്രിസ്മസ് ടൈമിലാണ്. അതുകൊണ്ടാണ് ഈ സിറ്റി ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ ദിവസം അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ. ഇതെല്ലാം നമ്മുടെ അല്ല, നമ്മുടെ സ്റ്റേ ഈ പറയുന്ന ഹോട്ടലാണ് ഗൈസ്. അപ്പം അടുത്ത വീഡിയോയിൽ നാളെ കിടാം. സോറി ഗൈസ്, ഞാൻ ടാറ്റ ബൈ ബൈ പറഞ്ഞ് വീഡിയോ നിർത്തിയതായിരുന്നു. ഇപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം എൻ്റെ ബർത്ത്ഡേ കൂടെ ആയിരുന്നു. അപ്പോൾ ഞാൻ അറിയാണ്ട് ഇവരൊരു കേക്കൊക്കെ മേടിച്ച് റൂമൊക്കെ സെറ്റ് ചെയ്ത്, ഞാൻ കുളിക്കാൻ പോയ സമയത്ത് റൂമൊക്കെ സെറ്റ് ചെയ്ത് എന്നെ വെയിറ്റ് ചെയ്ത് ഇരുന്ന ഒരു പരിപാടിയാണ്. ഞാൻ തന്നെ ഞെട്ടിപ്പോയ ഒരു ദിവസമായിരുന്നു ഇത്. അപ്പോൾ ഇതുകൂടെ എനിക്കൊന്ന് ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. മുറിക്കണ്ട ആഹാർമാദം പറയും. ആഹാർമാദം ആഘോഷത്തിന് വേണം. ആഘോഷത്തിന് വേണം. ഓ ഇതുപോലെ കുപ്പി കൊണ്ടുവരായിരുന്നു, ചീറ്റിച്ചോണ്ട് നടക്കായിരുന്നു ഇങ്ങനെ.